ഹലോ ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു കുഞ്ഞസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എന്താ അടിപൊളിയായിട്ടിരിക്കണു. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും അത് ഉണ്ടാക്കുന്നതും കുടിക്കുന്നതും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആരും അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല. ഞാനത് കുടിച്ച് നോക്കിയിട്ട് 2 ആഴ്ച കുടിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. എന്നോട് ആരോ ഒരാൾ പറഞ്ഞു 2 ആഴ്ച നമ്മുടെ ശരീരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തൊരു സാധനം ചെയ്താലും അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുമെന്ന്. അപ്പോൾ 2 ആഴ്ച ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ച് നോക്കിയിട്ട് എന്താണ് മാറ്റം വരുന്നതെന്നും കൂടെ നമ്മൾ അറിയണ്ടേ. കാര്യം ഈ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്കിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അല്ലേ. സ്കിന്നൊക്കെ ഗ്ലോ ആവും, ഒരുപാട് നല്ല മാറ്റങ്ങൾ ശരീരത്തിന് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് 2 ആഴ്ച കുടിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ ചേർത്തിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയണ്ട, വേഗം നമുക്ക് ആ ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള 2 കുഞ്ഞി ക്യാരറ്റ്, എനിക്ക് കുഞ്ഞിതാണ് കേട്ടോ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. ഒരു വലിയ ബീട്രൂട്ട്, കുറച്ച് നെല്ലിക്ക, എനിക്ക് 5 കിട്ടിയുള്ളൂ, അപ്പോൾ 5 നെല്ലിക്ക, പിന്നെ ഇതാ ഒരു ആപ്പിൾ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണല്ലോ ഏറ്റവും നല്ലത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടല്ലേ. സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ്. ജാവ അങ്ങനെയാണല്ലോ അല്ലേ. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണിക്കുന്നത് പോലെ ദാ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും കട്ടായി വന്നിരുന്നെങ്കിൽ എന്ത് രസമായനല്ലേ. പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനെ വന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കത്തിയെടുത്ത് മര്യാദയ്ക്ക് കട്ട് ചെയ്യണം അല്ലേ. നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. ഞാൻ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും പൊട്ടാറ്റോ ആയാലും ക്യൂക്കമ്പർ ആയാലും എല്ലാം ദാ ഈ ഒരു പീലർ വെച്ചിട്ടാണ് കേട്ടോ പീൽ ചെയ്തെടുക്കുക. നാട്ടിലെ ആൾക്കാർ ചെയ്യുന്നത് പോലെ കത്തി വെച്ചിട്ട് ചുരണ്ടി എടുക്കുക അതെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് നമുക്ക് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ ആപ്പിൾ, പിന്നെ ഇതാ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇഞ്ചി, നെല്ലിക്ക. എന്നിട്ട് വേണം കേട്ടോ ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സെറ്റ്. ഈ ഒരു ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇത് കുടിക്കാൻ മാക്സിമം നോക്കണം. നമ്മുടെ സ്കിന്നിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കും. അതേപോലെ തന്നെ സ്കിന്നിൽ മെലനിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട് പിഗ്മെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കാനും സ്കിന്നിന് ഗ്ലോ തരാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണിത്. ഡ്രിങ്ക് ഇൻ ദ സെൻസ് ഗ്ലൂട്ടത്തയോൺ അതിനുള്ളതാണ്. പിന്നെ നമ്മുടെ സെൽസിൽ, ബോഡിയിലുള്ള സെൽസിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാനായിട്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പവർഫുൾ ആക്കാനായിട്ട്, അതേപോലെ എന്തെങ്കിലും ബോഡിയിൽ ഇൻഫ്ലമേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട്, അതേപോലെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിക് ഒബ്ജക്ട്സോ അല്ലെങ്കിൽ ടോക്സിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു ഡ്രിങ്കും കൂടെയാണ് കേട്ടോ ഈ ഒരു ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം ഇതെല്ലാവരും കഴിക്കാനായിട്ട് നോക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഊറ്റി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഊറ്റി പിഴിയാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേഗം ഐസ് ക്യൂബ് ട്രേയിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രോസൺ ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നാളെ മുതൽ നമ്മളിത് ചൂടുവെള്ളത്തിലിട്ട് കുടിക്കുന്നതായിരിക്കും. ഇനി ബാക്കി നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഡ്രിങ്ക് അകത്തേക്ക് വെക്കുവാണ് കേട്ടോ, ഫ്രീസറിലേക്ക്. അപ്പോൾ ഇതാ എല്ലാം സെറ്റാണ്. നാളെ മുതൽ നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുന്നതായിരിക്കും. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുകയാണ്. നമ്മുടെ ഗ്ലൂട്ടത്തയോൺ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. കമോൺ. അയ്യോ ദേന സെറ്റ്, അടിപൊളി സാധനം ദേന. നമുക്കിത് വേഗം പൊട്ടിച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ട് കുടിച്ച് നോക്കാം. മറ്റേ കുളു വരുമോ നോക്കാം. നമുക്ക് വെള്ളം ഞാൻ കുറച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തണുത്ത വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ചൂട് വെള്ളം ആക്കാം. അതിനെ മിക്സ് ചെയ്ത് ചെറിയ ചൂട് മതി കേട്ടോ. അല്ലേ, ചൂടുവെള്ളത്തിലേക്ക് ഇടാം. കുളു. എഡ്മണ്ടൺ ഗ്ലോ പേഴ്സൺ റോയിച്ച മാത്രമായിരിക്കും അല്ലേ ചായ? കാനഡയിലെ എഡ്മണ്ടനിലെ ദ ഗ്ലോവസ്റ്റ് പേഴ്സൺ.
ഇത് നമുക്കുള്ളവർ കിട്ടും, നിങ്ങൾ ആരോടും പറയരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രിങ്ക് അവിടെ ഗുളു 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 ആവുന്നുണ്ട്. പക്ഷെ നല്ല ചൂടുവെള്ളത്തിൽ ഇടണമെന്ന് തോന്നണം കേട്ടോ. അത്രയും അങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് നാളെ നല്ല ചൂടുവെള്ളം ട്രൈ ചെയ്യാം. സെറ്റ്. പിന്നെ അത് ആലിക്കട്ടെ എന്നിട്ട് കുടിച്ച് കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ വെള്ളം ഇവിടെ റെഡിയായി. ഈ രണ്ടാമത്തെ വെള്ളം റോയിച്ചിനുള്ളതാണ് കേട്ടോ. കുടിച്ചാലോ? എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. മധുരമൊന്നുമില്ല, മറ്റേ സാധനങ്ങളൊക്കെ അല്ലേ, പക്ഷെ ഹെൽത്തിന് നല്ലതായതുകൊണ്ട് കുടിക്കുക തന്നെ. ഒരു ചുവ ഉണ്ടല്ലേ, ബീട്രൂട്ടിന്റെ ചുവ, എല്ലാത്തിൻ്റെയും കൂടെ ഒരു പച്ച ചുവ കയറി. പക്ഷെ വലിയ ഗ്ലാസ്സിൽ കുടിക്കാം. അപ്പം അത്രയും കുടിക്കാൻ പറ്റില്ലേ? അത്രയും വെള്ളം ഉള്ളിൽ ചെല്ലും. റോയിച്ചൊന്നും വെള്ളം കുടിക്കുന്നേ ഇല്ല. ഒക്കെ ദാ അപ്പോൾ ഇന്ന് 14 ദിവസം തികയാണ് കേട്ടോ ഗ്ലൂട്ടത്തയോണ്ട് ഡ്രിങ്ക്. എന്താ ടേസ്റ്റ് അല്ലേ? ഇപ്പം എല്ലാ ദിവസവും കുടിച്ച് ആ ടേസ്റ്റൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര നല്ലതാണ്. 14 ദിവസം കുടിച്ചതുകൊണ്ട് നല്ല ഒരു എഫക്റ്റൊക്കെ ഇല്ലേ ചായ? നല്ലതല്ലേ? നല്ല ഡ്രിങ്കാണ് കേട്ടോ. ഭയങ്കര ഹെൽത്തി, ഭയങ്കര സ്ട്രോങ് ആയ പോലെ ഒരു ഫീലൊക്കെ ഉണ്ട് ചെറുതായിട്ട്, മൊത്തത്തിലല്ല. പക്ഷേ ഗ്ലോയൊക്കെ നന്നായിട്ടൊക്കെ വന്നു തുടങ്ങി. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഇങ്ങനെ പൂ പോലെ മൃദുലമായ സ്കിൻ ഒക്കെ ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ കളറൊക്കെ കുറച്ച് കുറയും. എൻ്റെ മുഖത്താണെങ്കിൽ മൊത്തം ഇങ്ങനെ കുരു വന്നിട്ടുള്ള പാടുകളോ അല്ലെങ്കിൽ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ വരും, ഈ സൺടാനൊക്കെ പോലെ. അപ്പോൾ അതിൻ്റെ കുറേ പാടുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാനായിട്ട് ഞെക്കി പൊട്ടിക്കുന്ന കുറേ പാടുകൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു കളറൊക്കെ ഡിമ്മായ പോലെയൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ലൊരു എന്താ പറയുക, പിഗ്മെൻറ്റേഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നതൊക്കെ കറക്റ്റാണ് കേട്ടോ. ഗ്ലൂട്ടാത്തയോൻ്റെ ഡ്രിങ്ക് ഭയങ്കര ഹെൽത്തി ഡ്രിങ്കാണ്, നല്ലതാണ്. അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാ ദിവസവും കുടിക്കുക. നല്ല ആരോഗ്യമൊക്കെ എല്ലാവരുടെയും നന്നായി വരട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.